ശബരിമലയും താഴ്മൺ മഠവും ആത്മീയതയുടെയും പാരമ്പര്യത്തിൻ്റെയും ഇതിഹാസം. ദക്ഷിണ ഭാരതത്തിൻ്റെ ആത്മീയ ഹൃദയമിടിപ്പാണ് ശബരിമല. കാനനവാസനായ മണികണ്ഠൻ യോഗനിദ്രയിലാണ്ടിരിക്കുന്ന പുണ്യഭൂമി. സഹ്യപർവ്വത നിരകൾ കാവൽ നിൽക്കുന്ന ഈ മലമുകളിൽ 18-ാം പടിക്ക് മുകളിൽ അയ്യപ്പൻ കുടികൊള്ളുന്നത് വെറുമൊരു പ്രതിഷ്ഠയായല്ല, മറിച്ച് ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ ചൈതന്യമായാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തർ സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രമുരുവിട്ട് ഈ കഠിനപാതകൾ താണ്ടുമ്പോൾ അവിടെ നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്ന ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളുടെ കാവലാളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതാണ് താഴ്മൺ മഠം. കേരളത്തിലെ മറ്റേതൊരു ക്ഷേത്രത്തെക്കാളും ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ തന്ത്രപാരമ്പര്യമാണ്. ഒരു സാധാരണ ഭക്തന് ശബരിമല എന്നത് വ്രതശുദ്ധിയുടെയും ദർശനത്തിൻ്റെയും ഇടമാണെങ്കിൽ, താഴ്മൺ കുടുംബത്തിന് അത് തങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന നിയോഗമാണ്. ഭഗവാൻ അയ്യപ്പൻ്റെ പിതൃശ്രാനീയനായി ക്ഷേത്രത്തിലെ ഓരോ അണുവിലും ചൈതന്യം നിലനിർത്താൻ നിയോഗിക്കപ്പെട്ടവർ. നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം. അറബിക്കടൽ പിൻവാങ്ങിയപ്പോൾ ഉയർന്നു വന്ന കേരളത്തിൻ്റെ മണ്ണ് ശുദ്ധീകരിക്കാൻ പരശുരാമൻ തീരുമാനിച്ച കാലം. അദ്ദേഹം പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളും 108 ഭഗവതി ക്ഷേത്രങ്ങളും ഈ നാടിന് സംരക്ഷണമേകി. എന്നാൽ കിഴക്കൻ മലനിരകളിൽ നിന്നും വരാനിരിക്കുന്ന ശത്രുക്കളെയും ദുഷ്ടശക്തികളെയും തടയാൻ ശാസ്താവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് ശബരിമല ഉൾപ്പെടെയുള്ള പഞ്ചശാസ്താ ക്ഷേത്രങ്ങൾ ഉയരുന്നത്. എന്നാൽ പ്രതിഷ്ഠ നടത്തിയാൽ മാത്രം പോരല്ലോ, ആ വിഗ്രഹത്തിന് ചൈതന്യം നൽകാൻ, നിത്യവും പൂജകൾ ചെയ്യാൻ, ക്ഷേത്രം അശുദ്ധമായാൽ ശുദ്ധിക്രിയകൾ നടത്താൻ ഒരു തന്ത്രി വേണം. തന്ത്രി എന്നാൽ വെറുമൊരു പൂജാരിയല്ല. തന്ത്രി എന്ന വാക്കിനർത്ഥം ശരീരത്തെയും ആത്മാവിനെയും ശാസ്ത്രീയമായി ബന്ധിപ്പിക്കുന്നവൻ എന്നാണ്. ഈ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ തക്ക യോഗ്യരായ പണ്ഡിതരെ തേടി പരശുരാമൻ യാത്രയായി. ഒടുവിൽ ആന്ധ്രയുടെ മണ്ണിൽ ഗോദാവരിയുടെ തീരത്ത് വേദപാരമ്പര്യത്തിൽ അഗ്രഗണ്യരായ ഒരു കുടുംബത്തെ അദ്ദേഹം കണ്ടെത്തി. അവരായിരുന്നു താഴ്മൺ കുടുംബം. പരശുരാമന്റെ ക്ഷണം സ്വീകരിച്ച് മലനാട്ടിലെത്തിയ ആ താഴ്വഴിയാണ് ഇന്ന് ചെങ്ങന്നൂരിലെ മുണ്ടൻകാവിൽ താമസമുറപ്പിച്ചിരിക്കുന്നത്. ശബരിമലയിലെ പ്രതിഷ്ഠാകർമ്മത്തിന് അയ്യപ്പൻ തന്നെ തെരഞ്ഞെടുത്തത് ഈ കുടുംബത്തെയാണ് എന്നത് കേവലം ഐതിഹ്യമല്ല, മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ശബരിമല പലതവണ അഗ്നിക്കിരയായിട്ടുണ്ട്, പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും ആ ചൈതന്യം കെടാതെ സൂക്ഷിച്ചത് താഴ്മൺ കുടുംബത്തിലെ തന്ത്രിമാരുടെ കഠിനമായ തപസ്സും മന്ത്രശക്തിയുമാണ്. അയ്യപ്പന്റെ വിഗ്രഹത്തിന് സ്പർശിക്കാൻ അധികാരമുള്ള, ക്ഷേത്രത്തിലെ സർവചരാചരങ്ങൾക്കും മുകളിൽ ആത്മീയ അധികാരം പുലർത്തുന്ന ഈ കുടുംബത്തിന്റെ കഥ, അത് ശബരിമലയുടെ തന്നെ ചരിത്രമാണ്. ഈ കഥയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് നിഗൂഢമായ ആ തന്ത്രവിദ്യയിലേക്കും താഴ്മൺ കുടുംബത്തിന്റെ ഉത്ഭവത്തിലേക്കും ശബരിമലയിലെ മാറ്റമില്ലാത്ത ആചാരങ്ങളിലേക്കുമാണ്. പമ്പയുടെ തീരത്തെ മണൽത്തരികൾക്കും കരിമല കയറ്റത്തിലെ ഓരോ കല്ലിനും പറയാനുള്ള ആ രഹസ്യങ്ങൾ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലാണ്. പരശുരാമൻ തൻ്റെ മഴുവെറിഞ്ഞ് കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു. ബ്രാഹ്മണർക്ക് ദാനം നൽകിയ ഈ ഭൂമിയിൽ അധർമ്മം നടമാടാതിരിക്കാൻ അദ്ദേഹം കാവൽപ്പുരകൾ പണിയാനായി തീരുമാനിച്ചു. സഹ്യപർവ്വത നിരകളിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് ശബരിമല എന്ന പുണ്യസ്ഥാനമായിരുന്നു. അവിടെ അദ്ദേഹം ധർമ്മശാസ്താവിനെ യോഗീശ്വരനായി പ്രതിഷ്ഠിച്ചു. പരശുരാമന്റെ ആജ്ഞയനുസരിച്ച് താഴ്മൺ കുടുംബം കേരളത്തിലെത്തി. അവർക്ക് താമസിക്കാൻ അദ്ദേഹം പമ്പാ നദിയുടെ തീരങ്ങളും പത്തനംതിട്ടയുടെ മലയോരങ്ങളിലും സൗകര്യമൊരുക്കി. ഈ കുടുംബത്തിലെ ഓരോ തലമുറയ്ക്കും ശബരിമലയിലെ തന്ത്രം അദ്ദേഹം ഉപദേശിച്ചു നൽകി. ക്ഷേത്രത്തിലെ ദേവൻ ഉണരുന്നതും ഉറങ്ങുന്നതും നിങ്ങളുടെ മന്ത്രങ്ങളിലൂടെ ആയിരിക്കണം എന്ന് അദ്ദേഹം കൽപ്പിച്ചു. താഴ്മൺ മഠം എന്ന പേര് തന്നെ താഴത്തെ മണ്ണ് അല്ലെങ്കിൽ നദീതീരത്തോട് ചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് ചില ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. പന്തളം കൊട്ടാരത്തിൽ വളർന്ന മണികണ്ഠൻ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ സമയമായെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം, കാട്ടിലെ ശത്രുക്കളെ നിഗ്രഹിച്ച് പുലിപ്പാലുമായി തിരിച്ചെത്തിയ മണികണ്ഠൻ താൻ കാനനവാസനായി
ശബരിമലയിൽ നിയോഗമിരിക്കാൻ പോകുകയാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ കേവലം ഒരു മലമുകളിൽ പോയി ഇരിക്കുകയല്ല, മറിച്ച് അവിടെ കാലാഹരണപ്പെട്ടുപോയ ആചാരങ്ങളെ പുനർജീവിപ്പിക്കുകയും ഭക്തർക്ക് മോക്ഷം നൽകുന്ന ഒരു പുണ്യസങ്കേതം പണിയുകയുമായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. ശബരിമലയിൽ പരശുരാമൻ സ്ഥാപിച്ച പഴയ ക്ഷേത്രം അന്ന് ജീർണാവസ്ഥയിലായിരുന്നു. അവിടെ വിധിപ്രകാരം പ്രതിഷ്ഠ നടത്താൻ ആത്മീയമായി ഉന്നതനായ ഒരു ഗുരുവിനെ അയ്യപ്പൻ ആഗ്രഹിച്ചു. ആ സമയത്താണ് പരശുരാമൻ പണ്ട് നിയോഗിച്ച താഴ്മൺ കുടുംബത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് അയ്യപ്പൻ ഓർമ്മിപ്പിക്കുന്നത്. പന്തളം രാജാവിന്റെ നിർദ്ദേശപ്രകാരം താഴ്മൺ കുടുംബത്തിലെ അന്നത്തെ കാരണവരെ സന്ദർശിക്കാൻ അയ്യപ്പൻ തീരുമാനിക്കുന്നു. ലളിതമായ വേഷധാരിയായ ഒരു ബാലനായി മണികണ്ഠൻ താഴ്മൺ മഠത്തിന്റെ പടിക്കൽ എത്തിയെന്നാണ് ഐതിഹ്യം. എന്നാൽ സാധാരണ ഒരു കുട്ടിയല്ല തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആചാര്യനായ തന്ത്രിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ആ കുഞ്ഞിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ പ്രഭാവലയം കണ്ട് തന്ത്രി വിസ്മയിച്ചു. അയ്യപ്പൻ തന്ത്രിയോട് പറഞ്ഞു, അല്ലയോ ആചാര്യരെ, സഖ്യന്റെ മുകളിൽ എനിക്കായി ഒരു ധർമ്മപീഠം ഒരുങ്ങുന്നു. അവിടെ ആചാരങ്ങൾ തെറ്റാതെ മന്ത്രശക്തിയോടെ എന്റെ ചൈതന്യം നിലനിർത്താൻ അങ്ങയുടെയും അങ്ങയുടെ വംശത്തിന്റെയും സേവനം എനിക്ക് വേണം. മനുഷ്യസാധ്യമായ പൂജകൾ കൊണ്ട് ഒരു ദൈവത്തിന്റെ ചൈതന്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്ന് തന്ത്രി ഒരു നിമിഷം ആലോചിച്ചു. അപ്പോൾ അയ്യപ്പൻ തന്ത്രിക്ക് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്നു. തന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന താളിയോലകളിലും മന്ത്രഗ്രന്ഥങ്ങളിലും പുതിയൊരു ആത്മീയ ഊർജം ഭഗവാൻ നിറച്ചു. അയ്യപ്പൻ അന്ന് തന്ത്രിക്ക് ഒരു ഉറപ്പ് നൽകി, അങ്ങയുടെ മന്ത്രങ്ങൾ എന്റെ ചെവിയിൽ മുഴങ്ങുന്നിടത്തോളം കാലം ഞാൻ ഈ മലയിൽ ഭക്തർക്കായി കാത്തിരിക്കും. അങ്ങ് ചൊരിയുന്ന തീർത്ഥവും അങ്ങ് ചാർത്തുന്ന നെയ്യും എന്റെ ആത്മാവിനെ തണുപ്പിക്കും. എന്റെ വിഗ്രഹത്തിൽ സ്പർശിക്കാനും എന്നെ ഉണർത്താനും ഉറക്കാനുമുള്ള അധികാരം ഇന്നു മുതൽ അങ്ങേക്കും അങ്ങയുടെ വംശപരമ്പരയ്ക്കും മാത്രമായിരിക്കും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ശബരിമലയിൽ വിപുലമായ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. തന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന മന്ത്രദണ്ഡും അയ്യപ്പന്റെ ആത്മീയ ശക്തിയും ഒന്നിച്ചു ചേർന്നപ്പോൾ ശബരിമല ഇന്ന് കാണുന്ന രീതിയിലുള്ള അത്ഭുതമായി മാറി. മണികണ്ഠൻ വിഗ്രഹത്തിൽ ലയിച്ചു ചേരുന്നതിന് തൊട്ടുമുൻപ് തന്ത്രിയോടായി പറഞ്ഞ അവസാന വാചകം ഇതായിരുന്നു: അങ്ങാണ് എന്റെ ഭൂമിയിലെ പ്രതിനിധി, അങ്ങയുടെ ഓരോ കർമ്മവും എന്റെ ആജ്ഞയായി ഞാൻ സ്വീകരിക്കും. ശബരിമലയുടെ ചരിത്രരേഖകളിൽ കറുത്ത മഷിയാൽ എഴുതപ്പെട്ട വർഷമാണ് 1950. കേരളം അന്ന് വലിയൊരു ആത്മീയ ആഘാതത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കാനന മധ്യത്തിൽ ഏകനായി തപസ് ചെയ്യുന്ന അയ്യപ്പന്റെ സന്നിധാനം ആരോ തീയിട്ട് നശിപ്പിച്ചു. തടിയിൽ തീർത്ത ശ്രീകോവിൽ കത്തിയമർന്നു. എന്നാൽ അതിനേക്കാളേറെ ഭക്തലക്ഷങ്ങളെ തളർത്തിയത് അവിടുത്തെ വിഗ്രഹം ഉടയ്ക്കപ്പെട്ടു എന്ന വാർത്തയായി. വിഗ്രഹം ഉടഞ്ഞു എന്ന വാർത്ത കേട്ട് താഴ്മൺ മഠത്തിലെ അന്നത്തെ മുതിർന്ന തന്ത്രിമാർ വിറങ്ങലിച്ചുപോയി. തങ്ങളുടെ പ്രാണതുല്യനായ ഭഗവാനെ നേരിട്ട ഈ ദുരവസ്ഥ അവരെ തളർത്തി. ഉടഞ്ഞ വിഗ്രഹം പൂജിക്കാൻ പാടില്ല എന്നത് തന്ത്രശാസ്ത്രത്തിലെ കർശനമായ നിയമമാണ്. വിഗ്രഹം ഉടയുക എന്നാൽ ആ ചൈതന്യത്തിന് തടസ്സം നേരിടുക എന്നതാണ് അർത്ഥം. അന്നത്തെ തന്ത്രി കുടുംബാംഗങ്ങൾ പന്തളം കൊട്ടാരവുമായും ദേവസ്വം അധികൃതരുമായും അടിയന്തര ചർച്ചകൾ നടത്തി. വിഗ്രഹം പുനർനിർമ്മിക്കുക എന്നത് വെറുമൊരു ശില്പവേലയല്ല, മറിച്ച് തകർന്നുപോയ ഒരു ജനതയുടെ വിശ്വാസത്തെ വീണ്ടെടുക്കലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. പുതിയ വിഗ്രഹം ഏത് ലോഹത്തിൽ വേണം, അതിന്റെ അളവുകൾ എങ്ങനെ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് തന്ത്രി കുടുംബം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. പണ്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന്റെ അതേ അളവുകൾ കൈമോശം വരാതെ അവർ സൂക്ഷിച്ചിരുന്നു. ലോക പ്രശസ്ത ശില്പിയായ PT ഭാസ്കരൻ നായരുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ വെച്ചാണ് ഇന്നത്തെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കപ്പെട്ടത്. ഈ വിഗ്രഹ നിർമ്മാണ വേളയിൽ ഓരോ ഘട്ടത്തിലും താഴ്മൺ മഠത്തിലെ തന്ത്രിമാർ അവിടെ സന്നിഹിതരായിരുന്നു. വിഗ്രഹത്തിന്റെ ഓരോ അംഗവും ശാസ്ത്രീയമായി ശരിയാണോ എന്ന് അവർ ഉറപ്പുവരുത്തി. കാരണം തന്ത്രിയുടെ വിരൽത്തുമ്പിലൂടെ വേണം വരാനിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾ വിഗ്രഹത്തിലേക്ക് ഒഴുകാൻ. 1951 പുതിയ വിഗ്രഹവുമായി പമ്പയിൽ നിന്നും മല കയറുമ്പോൾ ഭക്തർ വിതുമ്പുകയായിരുന്നു. തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ചരിത്ര പ്രസിദ്ധമാണ്. തകർക്കപ്പെട്ട ശ്രീകോവിലിന് പകരം പുതിയത് പണിയുകയും
തന്ത്രി തന്റെ തപശക്തി മുഴുവൻ ആവാഹിച്ച് വിഗ്രഹത്തിൽ ജീവൻ നൽകുകയും ചെയ്തു. സ്വാമിക്ക് ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല, അത് മുൻപത്തേക്കാൾ കൂടുതൽ പ്രഭയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് തന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അത് കേരളത്തിന്റെ ആത്മീയ ഉയർത്തെഴുന്നേൽപ്പായി മാറി. ഇന്ന് നമ്മൾ കാണുന്ന തേജസ്സുറ്റ ആ വിഗ്രഹം താഴ്മൺ കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി അടയാളമാണ്. നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്തുള്ള മുണ്ടൻകാവ് എന്ന ശാന്തമായ ഗ്രാമത്തിലാണ്. പമ്പാ നദിയുടെ കുളിർക്കാറ്റേറ്റ് നിൽക്കുന്ന ഈ മണ്ണിലാണ് ശബരിമലയുടെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്ന താഴ്മൺ മഠം സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു സാധാരണ തറവാടായി തോന്നാം. എന്നാൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും ആചാരങ്ങൾക്കും അന്തിമ വിധി കൽപ്പിക്കുന്ന ഒരു സുപ്രീം കോടതിയാണ് ഈ മഠം. പഴമയുടെ ഗരിമ വിളിച്ചോതുന്ന വാസ്തുവിദ്യയാണ് ഈ മഠത്തിൻ്റെത്. വലിയ ആഡംബരങ്ങളോ കൊട്ടാര സദൃശ്യമായ സൗകര്യങ്ങളോ ഇവിടെയില്ല. പകരം എവിടെയും പവിത്രതയും ലാളിത്യവും ദർശിക്കാം. മഠത്തിനുള്ളിലെ നിശബ്ദതയിൽ പോലും മന്ത്രങ്ങളുടെ അലയൊലികൾ ഉണ്ടെന്ന് അവിടെ ചെല്ലുന്നവർക്ക് തോന്നും. തലമുറകളായി കൈമാറി വന്ന അപൂർവമായ താളിയോല ഗ്രന്ഥങ്ങളും പൂജാമുറികളും ഇവിടെ അതീവ രഹസ്യമായും ഭക്തിയോടെയും സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെയുള്ള തന്ത്രിമാരുടെ ജീവിതം കഠിനമായ അച്ചടക്കത്തിന്റെയും പുലർച്ചെയുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ തുടങ്ങുന്ന ജപതപങ്ങൾ, നിത്യവുമുള്ള പൂജകൾ, തന്ത്രപാഠങ്ങൾ എന്നിവ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ശബരിമല തന്ത്രിയാകുക എന്നത് ഒരു ജോലിയല്ല, മറിച്ച് ഒരു തപസ്സാണ്. ആ തപസ്സിന്റെ ഊർജമാണ് മുണ്ടൻകാവിലെ ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത്. താഴ്മൺ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ശബരിമല തന്ത്രിയാകുന്നില്ല. ഈ കുടുംബത്തിലെ ആൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഠിനമായ പരിശീലനങ്ങളിലൂടെ കടന്നുപോകണം. ഋഗ്വേദം, യജുർവേദം തുടങ്ങിയ വേദങ്ങളിൽ അഗാധമായ ജ്ഞാനം നേടണം. വിഗ്രഹത്തിൽ ചൈതന്യം ആവാഹിക്കുന്നതിനും നിലനിർത്തുന്നതിനും ആവശ്യമായ തന്ത്രവിദ്യകൾ മുതിർന്ന കാരണവന്മാരിൽ നിന്ന് നേരിട്ട് പഠിക്കണം. ലക്ഷക്കണക്കിന് തവണ മന്ത്രങ്ങൾ ജപിച്ച് സിദ്ധി വരുത്തണം. എങ്കിൽ മാത്രമേ സന്നിധാനത്തെ തിരക്കിനിടയിൽ ശാന്തമായി പൂജകൾ ചെയ്യാൻ അവർക്ക് സാധിക്കൂ. നിലവിൽ താഴ്മൺ മഠത്തിൽ നിന്നും കണ്ഠരര് രാജീവര്, കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ തുടങ്ങിയ തന്ത്രിമാരാണ് ശബരിമലയിലെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവർ ഓരോ വർഷവും മാറി മാറിയോ അല്ലെങ്കിൽ വിശേഷാൽ അവസരങ്ങളിലോ സന്നിധാനത്തെത്തുന്നു. ശബരിമലയിലെ മേൽശാന്തിക്ക് ഒരു വർഷത്തെ കാലാവധി മാത്രമേ ഉള്ളൂ എങ്കിൽ തന്ത്രി എന്നത് ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പദവിയാണ്. ശബരിമലയും മുണ്ടൻകാവിലെ ഈ മഠവും തമ്മിൽ അദൃശ്യമായ ഒരു ചരടാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് അയ്യപ്പൻ യോഗനിദ്രയിലാകുമ്പോൾ തന്റെ ഭക്തരുടെ ആവശ്യങ്ങൾ തന്ത്രിയുടെ സ്വപ്നത്തിലൂടെയോ ചിന്തകളിലൂടെയോ വെളിപ്പെടുത്താറുണ്ടത്രേ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദേവസ്വം ബോർഡിന് പോലും തന്ത്രിയുടെ അനുവാദം ചോദിക്കേണ്ടി വരുന്നത്. പണ്ടുകാലത്ത് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാനനപാതയിലൂടെ ദിവസങ്ങളോളം നടന്ന് തലയിൽ ഇരുമുടിക്കെട്ടുമായി മുണ്ടൻകാവിൽ നിന്നും തന്ത്രിമാർ മലകയറുമായിരുന്നു. ഇന്ന് യാത്രകൾ എളുപ്പമായെങ്കിലും ആ യാത്രയ്ക്ക് പിന്നിലെ വ്രതശുദ്ധിയും ഭക്തിയും ഇന്നും ഈ മഠത്തിൽ ഒരുപോലെ തുടരുന്നു. മുണ്ടൻകാവിലെ ഈ മഠം വെറും ഒരു വീടല്ല, മറിച്ച് ഒരു സങ്കേതമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ആചാരപരമായ തെറ്റുകൾ തിരുത്തുന്നതിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇവിടേക്ക് വിളിക്കാറുണ്ട്. തന്ത്രിയുടെ വാക്കുകൾ അവർക്ക് ഭഗവാന്റെ വാക്കുകൾ പോലെയാണ്. ശബരിമലയിലെ ഏറ്റവും പവിത്രമായ ഇടമേതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: 18-ാം പടി. പൊന്നു 18-ാം പടി എന്ന് ഭക്തർ ആദരവോടെ വിളിക്കുന്ന ഈ പടികൾ കേവലം കരിങ്കല്ലിൽ തീർത്തവയല്ല. അവ അയ്യപ്പനിലേക്കുള്ള 18 പടികളാണ്, അഥവാ 18 മലദൈവങ്ങളുടെ ചൈതന്യമാണ്. എന്നാൽ ഈ പടികൾക്ക് മുകളിൽ മറ്റാർക്കും ലഭിക്കാത്ത ചില പ്രത്യേക അവകാശങ്ങൾ താഴ്മൺ തന്ത്രിമാർക്കുണ്ട്. ഒരു സാധാരണ ഭക്തൻ ശബരിമലയിൽ എത്തണമെങ്കിൽ 41 ദിവസത്തെ കഠിനമായ വ്രതം അനുഷ്ഠിച്ച് തലയിൽ ഇരുമുടിക്കെട്ടുമായി വരണമെന്നാണ് നിയമം. ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടാൻ ആർക്കും അനുവാദമില്ല. എന്നാൽ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി തന്ത്രിയാണ്. തന്ത്രിക്ക് ഇരുമുടിക്കെട്ടില്ലാതെ
ആചാരപരമായ വേഷത്തിൽ 18-ാം പടി ചവിട്ടാം. കാരണം തന്ത്രി അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. സ്വന്തം മകന്റെ അടുത്തേക്ക് പോകാൻ പിതാവിന് മറ്റ് നിബന്ധനകൾ ആവശ്യമില്ല എന്ന തത്വമാണ് ഇതിന് പിന്നിൽ. ശബരിമലയിലെ ഏറ്റവും ചെലവേറിയതും ഭക്തി നിർഭരവുമായ പൂജയാണ് പടിപൂജ. 18 പടികളെയും ദേവതകളായി സങ്കല്പിച്ച് നടത്തുന്ന ഈ മഹത്തായ കർമ്മം ചെയ്യാൻ തന്ത്രിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഓരോ പടിയിലും തന്ത്രി പൂജ ചെയ്യുമ്പോൾ അത് അയ്യപ്പന്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും ഉണർത്തുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. തന്ത്രിയുടെ മന്ത്രോച്ചാരണങ്ങൾ 18-ാം പടിയുടെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുന്നു. ഇതിനു മുൻപിൽ തന്ത്രിക്ക് ഇരിക്കാനായി പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. പൂജകൾ നടക്കുമ്പോൾ തന്ത്രി അവിടെ ഇരുന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ്. ക്ഷേത്രത്തിലെ ഏതൊരു കാര്യത്തിലും, അത് ഭരണപരമായാലും ആചാരപരമായാലും, അവസാന വാക്ക് തന്ത്രിയുടേതാണ്. ക്ഷേത്രത്തിൽ എന്തെങ്കിലും അശുദ്ധി സംഭവിച്ചാൽ, ഉദാഹരണത്തിന് രക്തം വീഴുകയോ മറ്റോ ചെയ്താൽ, അപ്പോൾ തന്നെ നട അടയ്ക്കാനും ശുദ്ധിക്രിയകൾ നടത്താനും തന്ത്രിക്ക് അധികാരമുണ്ട്. ഇതിന് ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ അനുവാദം കാത്തുനിൽക്കേണ്ടതില്ല. ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിക്ക് ശബരിമലയിൽ പൂജകൾ ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നത് തന്ത്രിയിലൂടെയാണ്. തന്ത്രി മേൽശാന്തിയുടെ കാതിൽ മൂലമന്ത്രം ഊതിക്കൊടുക്കുന്ന ചടങ്ങുണ്ട്. ആ മന്ത്രം ലഭിച്ചാൽ മാത്രമേ മേൽശാന്തിക്ക് ഭഗവാനെ സ്പർശിക്കാൻ അനുവാദമുള്ളൂ. തന്ത്രി നൽകുന്ന ആത്മീയ അനുവാദം, അതായത് ദീക്ഷ, അതാണ് ശബരിമലയിലെ നിത്യപൂജകളുടെ അടിസ്ഥാനം. പഴയകാലത്ത് തന്ത്രിമാർ മല കയറുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ദണ്ടുണ്ടാകുമായിരുന്നു. അത് വെറുമൊരു വടിയല്ല, മറിച്ച് അധികാരത്തിന്റെ ചിഹ്നമാണ്. കാട്ടുമൃഗങ്ങൾ പോലും തന്ത്രിയുടെ പാതയിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ഇന്നും തന്ത്രി സന്നിധാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന ആദരവ് പന്തളം രാജാവിന് നൽകുന്നതിന് തുല്യമാണ്. നമ്മൾ ഇതുവരെ കണ്ടത് വെറുമൊരു ക്ഷേത്ര ചരിത്രമല്ല, മറിച്ച് മനുഷ്യനും ദൈവവും തമ്മിലുള്ള, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ കഥയാണ്. ശബരിമല എന്ന കാനന ക്ഷേത്രം ഇന്ന് ലോക പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആചാരപരമായ അടിത്തറ കാത്തുസൂക്ഷിക്കുന്നത് മുണ്ടൻകാവിലെ ആ കൊച്ചുമഠമാണ്. നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. രാജഭരണം പോയി, ജനാധിപത്യം വന്നു. വനപാതകൾ റോഡുകളായി മാറി. ഭക്തരുടെ എണ്ണം ആയിരങ്ങളിൽ നിന്ന് കോടികളായി. പക്ഷേ ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് താഴ്മൺ മഠത്തിലെ തന്ത്രിമാർ ചൊല്ലുന്ന ആ പഴയ മന്ത്രങ്ങൾ. പരശുരാമൻ പകർന്നു നൽകിയ അതേ സ്വരലയങ്ങൾ ഇന്നും അവിടെ മുഴങ്ങുന്നു. കാലം മാറ്റം വരുത്താൻ ഭയക്കുന്ന പവിത്രതയാണത്. പലപ്പോഴും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ താഴ്മൺ മഠം നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. എന്നാൽ താൻ അയ്യപ്പന്റെ പ്രതിനിധിയാണ് എന്ന ബോധ്യം അവരെ എന്നും ഉറപ്പിച്ചു നിർത്തുന്നു. തന്ത്രിയുടെ വാക്കുകൾ ഒരു നിയമമല്ല, മറിച്ച് അത് ഭഗവാന്റെ ഹിതമാണ് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിലെ നിത്യപൂജകൾ മുതൽ വിശേഷാൽ പൂജകൾ വരെ ഓരോന്നും തന്ത്രിയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഏകാഗ്രതയാൽ നിർവഹിക്കപ്പെടുന്നു. മുണ്ടൻകാവിലെ മഠത്തിൽ ഇന്ന് പുതിയ തലമുറയിലെ തന്ത്രിമാർ വളർന്നു വരുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും ശബരിമലയുടെ തന്ത്രവിദ്യയിലേക്ക് വരുമ്പോൾ അവർ പഴയകാലത്തെ ഋഷിമാരെ പോലെ മാറുന്നു. തങ്ങളുടെ വംശത്തിന് പരശുരാമൻ നൽകിയ ആ വരം അവർ ജീവശ്വാസം പോലെ കാത്തു സൂക്ഷിക്കുന്നു. മുതിർന്ന കാരണവന്മാർ പകർന്നു നൽകുന്ന പാഠങ്ങൾ ഏറ്റുവാങ്ങി മകരവിളക്കിന് അയ്യപ്പന്റെ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്താൻ അവർ സജ്ജരാകുന്നു. ഓരോ കറുപ്പസ്വാമിയും മല ചവിട്ടുമ്പോൾ അറിയാതെ തന്നെ ആദരിക്കുന്നത് താഴ്മൺ മഠത്തിന്റെ കഠിനാധ്വാനത്തെയാണ്. തന്ത്രി നടത്തുന്ന ശുദ്ധിക്രിയകൾ കാരണമാണ് തങ്ങൾ തൊഴുന്ന വിഗ്രഹം ഇന്നും ചൈതന്യവത്തായിരിക്കുന്നത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഹരിവരാസനം പാടി നട അടയ്ക്കുമ്പോൾ അവസാനത്തെ ഭക്തനും മലയിറങ്ങുമ്പോൾ ആ മലമുകളിൽ ഭഗവാന് കൂട്ടായി അദ്ദേഹത്തിന്റെ ആത്മീയ ചൈതന്യം കാത്തുസൂക്ഷിക്കാൻ തന്ത്രിയുടെ പ്രാർത്ഥനകൾ മാത്രം അവശേഷിക്കുന്നു. ശബരിമല എന്നത് കല്ലും മണ്ണുമല്ല, അത് ഒരു അനുഭവമാണ്.
ആ അനുഭവത്തിന് പൂർണ്ണത നൽകുന്നത് താഴ്മൺ മഠം എന്ന ആത്മീയ അധികാര കേന്ദ്രമാണ്. ഗംഗയോളം പവിത്രമായ പമ്പയും ആകാശത്തോളം ഉയരമുള്ള ശബരിമലയും ആ ചൈതന്യത്തെ മന്ത്രങ്ങളാൽ ബന്ധിച്ചിരിക്കുന്ന താഴ്മൺ മഠവും ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ഭാരതഭൂമിക്ക് കാവലായിരിക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.